സ്പ്രേ എടുക്കാതെ നാണ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണെന്നറിയാമോ? ഫ്രൈഡേ മാർക്കറ്റിലോട്ടാണ്. ഞങ്ങൾ 2-3 ഫ്രണ്ട്സും കൂടി ഞങ്ങൾ ഫ്രൈഡേ മാർക്കറ്റ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇവിടേക്കൊന്ന് പോകണമെന്ന്. പക്ഷേ ഡ്യൂട്ടിയുടെ തിരക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും സമയമൊക്കെ ഒത്തു വന്നപ്പോഴത്തേക്ക് കുറേ വൈകിയെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. ഇതിന് മുന്നേയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് പോകുന്നത്. അപ്പം അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കുറേ വിലക്കുറവിലൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നുടനെ ഞങ്ങൾ നോക്കിയത് മാറ്റാണ്, ഞങ്ങളുടെ ഹോളിലേക്ക് ഇടാനുള്ള മാറ്റാണ് നോക്കിയത്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവന് പെട്ടെന്ന് പനിയും ജലദോഷവും ഒന്നും പിടിക്കുന്ന എന്ന് വിചാരിച്ചാണ്. ഹോളിലാകുമ്പോൾ അത് നീറ്റായിട്ട് കിടന്നോളുമല്ലോ. അങ്ങനെ ഞങ്ങൾ മാറ്റി. അങ്ങനെ ഫ്രണ്ട്സ് പലരും അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. പിന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ടോർച്ച്, ലൈറ്റ്, എമർജൻസി, ക്യാമറ, സെറ്റി, അതുപോലെ തന്നെ ചെയർ, ടേബിൾ, എനിക്കറിയില്ല, നമുക്ക് എന്ത് വേണം അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അവർ പറയുന്ന കാശ് അനുസരിച്ച് വാങ്ങിക്കരുത്. കുറച്ചൊക്കെ നമ്മളിങ്ങനെ ബാർഗെയിൻ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവർ കുറച്ചൊക്കെ പൈസ കുറച്ച് തരത്തുള്ളൂ. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, അവിടെ പഴയ സാധനങ്ങളും ഉണ്ട് വിൽക്കാനെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും യൂസ് ചെയ്തത് അങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് അതും ഒരു സെക്ഷനായിട്ട് വിൽക്കാനുണ്ട്. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ബാഗിന്റെ സെക്ഷന്, ഡ്രസ്സിന്റെ സെക്ഷന്, കർട്ടന്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫ്ലവർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പം എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അൽറായി ലുലുവിലോട്ടാണ്. അവിടെ പിന്നെ ഓഫറുള്ള അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സ്പ്രേയുടെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി സ്പ്രേ ഒക്കെ ഒന്ന്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്പ്രേ കടയാണ് ഇത്, ലാവിഷ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. അവരിങ്ങനെ നമുക്ക് വേണ്ടി നമ്മളെ വിളിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ഇതൊക്കെ വന്നിട്ടുണ്ട്, ഇത് പുതിയതാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ എല്ലാവരും ഇരിക്കണം. ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തരികയും എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തു തന്നത്. അപ്പം അങ്ങനെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നുള്ള ചർച്ചയിലാണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് പിന്നെ ഓരോ സെക്ഷനിലോട്ടൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ. ഞങ്ങൾ നേരെ പോയത് ഷൂ വാങ്ങിക്കാനാണ്. എനിക്ക് ഷൂ എനിക്ക് പുറത്തിട്ടുണ്ട് പോകാനുള്ള ഷൂ ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഒരു ഷൂ വാങ്ങിച്ചേക്കാന്ന് വെച്ച് പോയി. എല്ലാം ഇട്ട് നോക്കി, 3-4 കളർ ഇട്ട് നോക്കിയിട്ട് ഒന്നും ഇഷ്ടമാവുന്നില്ല. അവസാനം പിന്നെ ഈ ഗ്രേ കളർ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അത്യാവശ്യം ജയ്ക്കുട്ടിക്ക് വേണ്ട കുറേ സാധനങ്ങളും കോൺഫ്ലെക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് നേരെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. അവരൊക്കെ തന്നെ വാങ്ങിക്കാൻ പോയിക്കോണേ ഓരോരുത്തരത്തായിട്ട്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പ് ആയിരുന്നു. രാവിലെ 11 മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറി. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്, പേര് ഞാൻ മറന്നു. അവിടെ തന്നെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അവിടുന്ന് ഞങ്ങൾ പൊതി ബിരിയാണി വാങ്ങിച്ചു. ഞാൻ ഈ ഫസ്റ്റ് ടൈം ആട്ടോ പൊതി ബിരിയാണി കഴിക്കുന്നത്. നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ വെച്ചാണ് കഴിച്ചത്. ഈ ചട്ടി ബിരിയാണി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇതാണെങ്കിൽ അതുകൊണ്ടാണ് പൊതി ബിരിയാണി കഴിക്കുന്നത്. എന്നാൽ ഞങ്ങളെല്ലാവരുടെയും ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ കപ്പ ബിരിയാണി പിന്നെ അതിനോട് ചേർന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം ഫ്രൈഡേ മാർക്കറ്റിലൊന്നും പോയിട്ടില്ലാത്തവരാണെങ്കിൽ ചുമ്മാ ഒരു രസത്തിനും നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ കാണാനും ഈ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ കാണുക, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫ്രൈഡേയും സാറ്റർഡേയുമാണ് അവിടെ സെയിലുള്ളത്. കൂടുതലും ഫ്രൈഡേസിലാണ്. അത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളൊക്കെ പോകാൻ. പോയി വാങ്ങിക്കണമെന്നൊന്നുമല്ല, എല്ലാവരും ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുക, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.